എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. അപ്പോൾ വൃന്ദാവൻ ഗാർഡനിലെ നല്ല വാട്ടർ ഫൗണ്ടനും എല്ലാം നമുക്കിന്ന് കാണാം. ഇതിനു മുമ്പ് നമ്മൾ പോയത് മൈസൂർ സൂവിലായിരുന്നു. അപ്പോൾ സൂവിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒത്തിരി ക്ഷീണിച്ചായിരുന്നു, നടന്ന് ഒരു പരുവമായി. മൈസൂർ സൂവിൽ നിന്ന് നമ്മൾ വന്നതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തായിരുന്നു കേട്ടോ. റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ വൃന്ദാവൻ ഗാർഡനിലോട്ട് പോകാനായിട്ട് തയ്യാറായത്. നമ്മൾ താമസിച്ചത് മൈസൂർ പാലസ് പോണ റൂട്ടിനും ഈ വൃന്ദാവൻ ഗാർഡനിലോട്ട് പോണ റൂട്ടിനും ഏകദേശം മധ്യയായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം സെയിം ദൂരമായിരുന്നു. 10-15 മിനിറ്റ് യാത്രയേ ഉള്ളായിരുന്നു നമുക്ക് ഈ മൈസൂർ പാലസിലോട്ടും ഈ വൃന്ദാവൻ ഗാർഡനിലോട്ടും. നമ്മളങ്ങനെ ഗാർഡനിലെത്തി. അന്യോന്യം കളിക്കാനായിട്ട് ബബിൾസിൻ്റെ ഒരു സാധനമൊക്കെ മേടിച്ച് നമ്മൾ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഒന്ന് ആക്റ്റീവായത്. അതുവരെ ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിൽ തന്നെയായിരുന്നു. ഗാർഡൻ കാണുന്നതിനും അപ്പുറം നമുക്ക് വാട്ടർ ഫൗണ്ടൻ ആയിരുന്നു അവിടുത്തെ മെയിൻ അട്രാക്ഷൻ. വാട്ടർ ഫൗണ്ടൻ കാണുകയായിരുന്നു നമ്മുടെ ആദ്യത്തെ ലക്ഷ്യവും. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം 7 മണിയോടുകൂടി, സന്ധ്യ ആയി കഴിഞ്ഞേ ഉള്ളൂ വാട്ടർ ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതൊരു 20 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് പല ഷോകളായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഒരു 9 മണി വരെയൊക്കെ ആ ഷോ ഉണ്ടാവും. നമ്മൾ വന്ന ഈ ഗാർഡനിൽ അത്യാവശ്യം കാണാനുണ്ട്. അവിടെയും കുറേ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. അതുവഴി ഇങ്ങനെ കുറേ നമ്മൾ ദൂരം നടന്നു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് നമ്മൾ വാട്ടർ ഫൗണ്ടൻ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. നല്ല ദൂരമുണ്ട് അങ്ങോട്ട് നടക്കാനായിട്ട്. ആദ്യം നമ്മൾ ഓർത്തത് ഈ ഗാർഡനിൽ തന്നെയാണ് വാട്ടർ ഫൗണ്ടൻ എന്നാണ്. വാട്ടർ ഫൗണ്ടൻ എന്നല്ല, മ്യൂസിക്കൽ വാട്ടർ ഫൗണ്ടൻ ആണ് കേട്ടോ. നമ്മുടെ അവിടെ ഡാമുണ്ട്. ഡാമിൻ്റെ താഴ്വരയിലായിട്ടാണ് അവിടെ ബോട്ടിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോട്ടിങ് നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ അവിടെ ബോട്ടിങ് അവൈലബിൾ ആണ്. എല്ലാവരും വരുമ്പോൾ ഒരു 4 മണിയോട് കൂടിയെങ്കിലും ഇവിടെ എത്താൻ ശ്രമിക്കുക. അന്നെങ്കിലും ഉള്ള നമുക്ക് ഗാർഡനും മ്യൂസിക്കൽ ഫൗണ്ടനും ആസ്വദിക്കാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ഗാർഡനിലെ കാഴ്ചകൾ കണ്ട് മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് അവിടുത്തെ തിരക്ക് മനസ്സിലായത്. അന്യായ തിരക്കായിരുന്നു കേട്ടോ. 2 വഴിയിലുണ്ട്. അന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോരാനായിട്ടുള്ള വഴിയാണ്. പക്ഷെ നമ്മൾ ഉറുമ്പ് നിരങ്ങുന്ന പോലെ നിരങ്ങിയാണ് അങ്ങോട്ട് പോയത്. ഇതിൻ്റെ നമ്മൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഡാം വരുന്നത്. രാത്രി ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ രാത്രിയിലും അവിടെ ബോട്ടിങ്ങിന് നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം.
എങ്ങനെ ഉണ്ടായിരുന്നു മ്യൂസിക്കൽ ഫൗണ്ടൻ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ അതിനകത്ത് തന്നെ ഇതുപോലെ ഒരു സ്നാക്സ് ആൻഡ് ടീ ഏരിയ ഒക്കെ കാണാം നമുക്ക്. ഇത് നല്ല ഒരു സ്റ്റൈലായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ ഐറ്റംസും നമുക്കിവിടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ജ്യൂസൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പതുക്കെ പോകുന്നത് കേട്ടോ. അതേപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വാട്ടർ ഫൗണ്ടന് കേട്ട മ്യൂസിക് അതല്ല വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ജയ് ഹോ അതുപോലെയുള്ള സിനിമ പാട്ടുകളാണ് വരുന്നത്. നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടുന്ന ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മളത് ഇടാഞ്ഞത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് വരുന്നത്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുന്നത് കേട്ടോ. നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പുറത്തായിട്ട് ഇതുപോലെ ഫ്രഷ് ഫിഷ് നല്ല മുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടത്. ഫിഷ് നമുക്ക് പണ്ടേ ക്രൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തു. ಅದು ಪ್ಲೇಟ್ 100 rupees 2 ಪೀಸ್ ವரும் ಕಾಟ್ಲಾ ಫಿಶ್ ಏನ ಫಿಶ್ ಕಾಟ್ಲಾ ರೋವು ಇರುತ್ತಾ ಅಲ್ಲ ಕಾವೇರಿ ತಣ್ಣೆ ಫಿಶ್ நல்லா இருக்கு. ഈ ഫിഷ് വാങ്ങാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് അവിടെ. പിന്നെ അത് അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. നമ്മളപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അത് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പതുക്കെ റൂമിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.